പിന്നെ ലീഡ് എന്ന് പറയുന്നത് കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ലീഡിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തോന്നിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ലീഡിൻ്റെ എക്സാം ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇരുന്ന് എക്സാം എഴുതുകയാണെങ്കിൽ അത് ആ ഒരു കുറച്ച് ആൾക്കാരുടെ ഇടയിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും UPSCയുടെ പാറ്റേൺ അനുസരിച്ച് തന്നെ UPSCയുടെ മോഡലിൽ ശരിക്കും ഒരു ഒറിജിനൽ എക്സാം എങ്ങനെ എഴുതുന്നു അതേ രീതിയിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ലീഡിൽ വെച്ച് നോക്കുമ്പോൾ കുറേ സ്ട്രാറ്റജീസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ഷെഡ് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പേപ്പറിലൂടെ പറ്റുമ്പോൾ അത് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. ലീഡിൻ്റെ പ്രീവിയസ് ടെസ്റ്റ് സീരീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തോന്നിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ലീഡിൻ്റെ എക്സാം ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ടെസ്റ്റ് സീരീസ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ലീഡിൻ്റെ കോമ്പറ്റൻസി എടുത്തത്. LeadIAS മോക്ക് ടെസ്റ്റ് കുറച്ചുകൂടെ UPSC മോഡലിലാണ് ക്വസ്റ്റ്യൻസ് അവർ തയ്യാറാക്കുന്നത്. 3 ലെവൽസ് ഈസി മീഡിയം ഹാർഡ് എന്നുള്ള ലെവൽസിൽ. LeadIAS മോക്ക് ടെസ്റ്റ് കുറച്ചും കൂടി എഫിഷ്യൻ്റായി തോന്നുന്നുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്തിട്ട് മോക്ക് ടെസ്റ്റിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇത്ര പോർഷൻസ് പഠിക്കാൻ തരും, എന്നിട്ട് അതിന് കറക്റ്റായിട്ട് എക്സാംസ് വെക്കും. അപ്പോൾ റിവിഷനും ഇതെല്ലാം ഭയങ്കര എഫിഷ്യൻ്റായി നടക്കുന്ന പോലെ തോന്നുന്നു. ഫ്രണ്ട്സ് എല്ലാവരും അപ്ലൈ ചെയ്തിരുന്നു. പിന്നെ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് എന്തുകൊണ്ടും ഉപകാരമായിരിക്കും എന്നുള്ളത് പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ ലീഡ് എന്ന് പറയുന്നത് കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എക്സാം നടത്തുമ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും വന്ന് ലീഡിനെ അറ്റൻഡ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ക്വസ്റ്റ്യൻ പേപ്പർ.